അങ്ങനെ കാത്ത് കാത്ത് റബീഉൽ അവ്വൽ വന്നെത്തി. നബിദിനം ആവാനാവുമ്പോഴേ പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉണ്ടാവാറേ. പക്ഷെ ഒരേ ഒരു സങ്കടം എന്ന് പറയുന്നതേ, നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നബിദിന റാലിക്ക് പോയി കഴിഞ്ഞാൽ കുറേ സ്വീറ്റ്സും ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടം. അന്നൊക്കെ ഉസ്താദ് പറയായിരുന്നു പെൺകുട്ടികൾ ആരും റാലിക്ക് വരണ്ടാന്ന്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കോ? റാലി തുടങ്ങി ഉസ്താദുമാരും ആൺകുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പോക്കാണ് ഇവർ പിന്നാലെ. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ പെൺകുട്ടികൾ ഒറ്റക്കെട്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല കേട്ടോ റബീഉൽ അവ്വൽ ഇത്ര സന്തോഷമുള്ളതായിട്ട് മാറുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലോകജനതയ്ക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നാം നിന്നെ അയച്ചിട്ടില്ല എന്ന്. അതായത് നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ മാസത്തിൽ അയച്ച ഒരു കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളൊക്കെ ആയിട്ട് കുറച്ചധികം ഒന്ന് ആഘോഷിക്കാം അല്ലേ?